ചാനൽ. എൻ്റെ പേര് ഇന്ദുജ. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റഡി വിത്ത് റെയിൻ. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സാഹിത്യകാർ ആൻഡ് ആ സാഹിത്യകാരന്മാർക്ക് കിട്ടിയ വിശേഷണങ്ങൾ. വളരെ പ്രശസ്തരായ ആൾക്കാർ പ്രശസ്തരായ സാഹിത്യകാരന്മാർക്ക് കൊടുത്ത വിശേഷണങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപഭ്രംശ് കെ വാൽമീകി ആരാണ്? കലയുഗ് കാ വാൽമീകി ആരാണ്? ബ്രജ് ഭാഷ കെ വാൽമീകി ആരാണ്? ഭാഷാ മുൻഷി എന്നറിയപ്പെടുന്നത് ആരാണ്? കവിരാജ് ശിരോമണി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതെല്ലാം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത് സാഹിത്യകാർ ഏവം ഉന്നയം പ്രാപ്ത് ഉപാധ്യായമാണ്. വളരെ പ്രശസ്തരായ സാഹിത്യകാരും അവരെക്കുറിച്ച് വളരെ പ്രശസ്തരായ ആൾക്കാർ പറഞ്ഞ വിശേഷണങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഭാഷാ കെ ജാദൂഗർ. ഭാഷാ കെ ജാദൂഗർ എന്നറിയപ്പെടുന്നത് ശിവപൂജൻ സഹായാണ്. ശിവപൂജൻ സഹായാണ് ഭാഷാ കെ ജാദൂഗർ എന്നറിയപ്പെടുന്നത്. ഭാഷാ കെ ജാദൂഗർ എന്നറിയപ്പെടുന്നത് ശിവപൂജൻ സഹായ. നെക്സ്റ്റ്, ഉപന്യാസ് സാമ്രാട്ട്. എല്ലാവർക്കും അറിയാം, ഉപന്യാസ് സാമ്രാട്ട് പ്രേംചന്ദ് ആണ്. ഉപന്യാസ് സാമ്രാട്ട് പ്രേംചന്ദ്. നെക്സ്റ്റ്, ആലോചന സാമ്രാട്ട്, ക്രിറ്റിസിസത്തിൻ്റെ സാമ്രാട്ട്. ആലോചന സാമ്രാട്ട് രാമചന്ദ്ര ശുക്ലാണ്. ക്രിറ്റിസിസം, ആലോചന സാമ്രാട്ട് രാമചന്ദ്ര ശുക്ല. നെക്സ്റ്റ്, സൗഷ്ഠവവാദി ആലോചക്. സൗഷ്ഠവവാദി ആലോചകാണ് നന്ദ ദുലാരെ വാജ്പേയി. നന്ദ ദുലാരെ വാജ്പേയി ആണ് സൗഷ്ഠവവാദി ആലോചക്. നെക്സ്റ്റ്, പുഷ്ടിമാർഗ് കാ ജഹാസ്. വല്ലഭാചാര്യ പുഷ്ടിമാർഗ് കാ ജഹാജ് എന്ന് വിളിച്ചത് ആരെയാണ്? സൂർദാസിനെയാണ് കേട്ടോ. പുഷ്ടിമാർഗ് കാ ജഹാജ് എന്ന് വല്ലഭാചാര്യ വിളിച്ചത് ആരെയാണ്? സൂർദാസിനെയാണ്. നെക്സ്റ്റ്, ബ്രജ് ഭാഷ കെ വാൽമീകി. ബ്രജ് ഭാഷ കെ വാൽമീകി എന്ന മൻമോഹൻ ഗൗതം ആരെയാണ് വിളിച്ചത്? സൂർദാസിനെയാണ് കേട്ടോ. ബ്രജ് ഭാഷ കെ വാൽമീകി എന്നറിയപ്പെടുന്നത് സൂർദാസ് ആണ്. മൻമോഹൻ ഗൗതമാണ് ഇങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചത് കേട്ടോ. നെക്സ്റ്റ്, ഹിന്ദി സാഹിത്യ ഗഗൻ കാ സൂര്യ. ഹിന്ദി സാഹിത്യ ഗഗൻ കാ സൂര്യ എന്നറിയപ്പെടുന്നത് സൂർദാസ് ആണ്. ഹിന്ദി സാഹിത്യ ഗഗൻ കാ സൂര്യ എന്നറിയപ്പെടുന്നത് സൂർദാസ്. കഠിൻ കാവ്യ കാ പ്രേത്. കഠിൻ കാവ്യ കാ പ്രേത് എന്നറിയപ്പെടുന്നത് കേശവദാസ് ആണ് കേട്ടോ. കഠിൻ കാവ്യ കാ പ്രേത് എന്നറിയപ്പെടുന്നത് കേശവദാസ്. നെക്സ്റ്റ്, മൈഥിൽ കോകിൽ ജയദേവ്. മൈഥിൽ കോകിൽ ജയദേവ് എന്നറിയപ്പെടുന്നത് വിദ്യാപതി. മൈഥിൽ കോകിൽ ജയദേവ് വിദ്യാപതി. മൈഥിൽ കോകിൽ ജയദേവ് വിദ്യാപതി. നെക്സ്റ്റ്, കലികാൽ കാ വാൽമീകി. കലികാൽ കാ വാൽമീകി എന്ന നാബാദാസ്. നാബാദാസ് പറഞ്ഞത് ആരെ കുറിച്ചിട്ടാണ്? കലികാൽ കാ വാൽമീകി തുളസീദാസ്. കലികാൽ കാ വാൽമീകിയാണ് തുളസീദാസ്. നെക്സ്റ്റ്, ബുദ്ധദേവ് കെ ബാദ് സബ്സെ ബഡാ ലോക് നായക്. ബുദ്ധദേവിന് ശേഷമുള്ള ബഡാ ലോക് നായക് എന്ന് ജോർജ് ഗ്രിയോസൻ ആരെയാണ് പറഞ്ഞത്? തുളസീദാസിനെയാണ് കേട്ടോ. തുളസീദാസ് ആണ് ബുദ്ധദേവ് കെ ബാദ് സബ്സെ ബഡാ ലോക് നായക് തുളസീദാസ്. നെക്സ്റ്റ്, മുഗൾ കാൽ കാ സബ്സെ ബഡാ ആദ്മി. മുഗൾ കാൽ കാ സബ്സെ ബഡാ ആദ്മി എന്ന സ്മിത്ത് പറഞ്ഞത് ആരെ കുറിച്ചിട്ടാണ്? തുളസീദാസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മുഗൾ കാൽ കാ സബ്സെ ബഡാ ആദ്മി എന്ന സ്മിത്ത് പറഞ്ഞത് ആരെ കുറിച്ചിട്ടാണ്? തുളസീദാസിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ്, ഹിന്ദി സാഹിത്യ ഗഗൻ കാ ചന്ദ്ര എന്നറിയപ്പെടുന്നത് തുളസീദാസ്. ഹിന്ദി സാഹിത്യ ഗഗൻ കാ ചന്ദ്ര എന്നറിയപ്പെടുന്നത് തുളസീദാസ്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയണ്ടാവും. നെക്സ്റ്റ്, ഭാരതീയ ഷേക്സ്പിയർ. ഭാരതീയ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസ്. ഭാരതീയ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസ്.
നെക്സ്റ്റ് ഭാരതീയ കൊളംബസ് എന്നറിയപ്പെടുന്നത് ഭാരതീയ കൊളംബസ് ആണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഭാരതീയ കൊളംബസ്. നെക്സ്റ്റ് കഠിന ഭാഷ കാ ബ്രേത്ത് എന്നറിയപ്പെടുന്നത് കഠിന ഭാഷ കാ ബ്രേത്ത് എന്നറിയപ്പെടുന്നത് സൂര്യകാന്ത് ത്രിപാഠി നിരാല. കഠിന കാവ്യ കാ ബ്രേത്ത് എന്നറിയപ്പെടുന്നത് കഠിന കാവ്യ കാ ബ്രേത്ത് എന്നറിയപ്പെടുന്നത് കേശവദാസ്. കഠിന ഭാഷ കാ ബ്രേത്ത് എന്നറിയപ്പെടുന്നത് കഠിന ഭാഷ കാ ബ്രേത്ത് എന്നറിയപ്പെടുന്നത് സൂര്യകാന്ത് ത്രിപാഠി നിരാല. അത് ഓർത്ത് വയ്ക്കാം. ഛായാവാദ് കി ശക്തി ഛായാവാദ് കി ദുർഗ എന്നെല്ലാം അറിയപ്പെടുന്നത് മഹാദേവി വർമ്മ. ഛായാവാദ് കി ശക്തി ഛായാവാദ് കി ദുർഗ എന്നറിയപ്പെടുന്നത് മഹാദേവി വർമ്മ. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത്. അടുത്ത സ്ലൈഡിനുണ്ട്. അതിനു മുന്നേ ഈ സ്ലൈഡ് ഒന്നും കൂടെ നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഭാഷാ കെ ജാത്തൂക്കർ എന്നറിയപ്പെടുന്നത് ശിവപൂജൻ സഹായ. ഉപന്യാസ് സാമ്രാട്ട് പ്രേംചന്ദ്. ആലോചന സാമ്രാട്ട് രാമചന്ദ്ര ശുക്ല. സൗഷ്ഠവവാദി ആലോചക് നന്ദ ദുലാരെ വാജ്പേയി. പുഷ്ടിമാർ കാ ജഹാജ് എന്നറിയപ്പെടുന്നത് സൂർദാസ്. ബ്രജ് ഭാഷ കാ വാൽമീകി സൂർദാസ്. ബ്രജ് ഭാഷ കെ വാൽമീകി സൂർദാസ്. കല്ലിക്കാൽ കാ വാൽമീകി ആരാണ്? കല്ലിക്കാൽ കാ വാൽമീകി തുളസീദാസ്. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക കമ്പയർ ചെയ്തിട്ട് പഠിക്കട്ടെ. പുഷ്ടിമാർ കാ വാൽമീകി, കല്ലിക്കാൽ കാ വാൽമീകി, സൂർദാസ്, തുളസീദാസ്. അതുപോലെ തന്നെയാണ് ഹിന്ദി സാഹിത്യ ഗഗൻ കാ സൂര്യ എന്നറിയപ്പെടുന്നത് സൂർദാസ്. ഹിന്ദി സാഹിത്യ ഗഗൻ കാ സൂര്യ എന്നറിയപ്പെടുന്നത് സൂർദാസ്. ഹിന്ദി സാഹിത്യ ഗഗൻ കാ ചന്ദ്ര എന്നറിയപ്പെടുന്നത് തുളസീദാസ്. അപ്പം ഇത് രണ്ടുപേരെയും കണക്ട് ചെയ്തിട്ട് പഠിക്കുക. ഹിന്ദി സാഹിത്യ ഗഗൻ കാ ചന്ദ്ര എന്നറിയപ്പെടുന്നത് തുളസീദാസ് ആണ് കേട്ടോ. മൈഥിലി കോക്കിൽ ജയദേവ് എന്നറിയപ്പെടുന്നത് വിദ്യാപതിയാണ്. കലികാൽ കാ വാൽമീകി തുളസീദാസ് ആണ്. ബുദ്ധദേവ് കെ ബാദ് സബ്സെ ബഡാ ലോക് നായക് ആണ് തുളസീദാസ്. മുഗൾ കാൽ കാ സബ്സെ ബഡാ ആദ്മി എന്നറിയപ്പെടുന്നത് ആരാണ്? തുളസീദാസ് ആണ്. ഹിന്ദി സാഹിത്യ ഗഗൻ കാ ചന്ദ്ര തുളസീദാസ് ആണ്. ഇത്രയും തുളസീദാസിന്റെ വിശേഷണങ്ങളാണ് കേട്ടോ. ഭാരതീയ ഷേക്സ്പിയർ കാളിദാസ് ആണ്. ഭാരതീയ കൊലംബസ് രാജാറാം മോഹൻ റോയ് ആണ്. കഠിന ഭാഷ കാ പ്രേത് സൂര്യകാന്ത് ത്രിപാഠി നിരാല. ഛായാവാദ് കി ശക്തി മഹാദേവി വർമ്മ. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. നെക്സ്റ്റ് ആധുനിക് യുഗ് കി മീര. ആധുനിക് യുഗ് കി മീര എന്നറിയപ്പെടുന്നത് മഹാദേവി വർമ്മ. ആധുനിക് യുഗ് കി മീര മഹാദേവി വർമ്മ. സച്ചൽ ഗീതോം കി ഗായിക എന്നും അറിയപ്പെടുന്നത് ആരാണ്? മഹാദേവി വർമ്മ. ആധുനിക് യുഗ് കി മീരയും സച്ചൽ ഗീതോം കി ഗായികയും ആരാണ്? മഹാദേവി വർമ്മ. സോ ഇത് ഓർത്ത് വയ്ക്കുക. ആധുനിക് യുഗ് കി മീര സച്ചൽ ഗീതോം കി ഗായിക മഹാദേവി വർമ്മ. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. നെക്സ്റ്റ് അപഭ്രംശ് കെ വാൽമീകി എന്നറിയപ്പെടുന്നത് സ്വയംഭൂ. അപഭ്രംശ് കെ വാൽമീകി എന്നറിയപ്പെടുന്നത് സ്വയംഭൂ. ഓൾറെഡി നമ്മൾ കലിയുഗ് കെ വാൽമീകി തുളസീദാസ്. ബ്രജ് ഭാഷ കെ വാൽമീകി ആരാണ്? ബ്രജ് ഭാഷ കാ വാൽമീകിയാണ് സൂർദാസ്. സോ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് അപഭ്രംശ് കെ വാൽമീകിയാണ് സ്വയംഭൂ. നെക്സ്റ്റ് രാഷ്ട്രകവി എന്നറിയപ്പെടുന്നത് മൈഥിലി ശരൺ ഗുപ്ത. മൈഥിലി ശരൺ ഗുപ്ത ആണ് രാഷ്ട്രകവി എന്നറിയപ്പെടുന്നത് കേട്ടോ. നെക്സ്റ്റ് രാഷ്ട്രീയ ജാഗരൺ കാ കവിയാണ് രാംധരി സിംഗ് ദിനകർ. ദിനകർ ആണ് രാഷ്ട്രീയ ജാഗരൺ കാ കവിയാണ് രാംധരി സിംഗ് ദിനകർ. നെക്സ്റ്റ് ഛായാവാദ് കാ വിഷ്ണു എന്നറിയപ്പെടുന്നത് സുമിത്രാനന്ദൻ പന്ത്. ഛായാവാദ് കാ വിഷ്ണു എന്നറിയപ്പെടുന്നത് സുമിത്രാനന്ദൻ പന്ത്. ഛായാവാദ് കി ദുർഗ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അറിയാലോ, മഹാദേവി വർമ്മ. നെക്സ്റ്റ് പ്രകൃതി കാ സുകുമാർ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? സുമിത്രാനന്ദൻ പന്ത്. പ്രകൃതി കാ സുകുമാർ കവി എന്നറിയപ്പെടുന്നത് സുമിത്രാനന്ദൻ പന്ത്. ഏക് ഭാരതീയ ആത്മ എന്നറിയപ്പെടുന്നത് ആരാണ്? ഏക് ഭാരതീയ ആത്മ എന്നറിയപ്പെടുന്നത് മാഖൻലാൽ ചതുർവേദി. ഏക് ഭാരതീയ ആത്മ എന്നറിയപ്പെടുന്നത്
മാക്കൻലാൽ ചതുർവേദി. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ചത്. അപഭ്രംശ് കെ വാത്മീകി സ്വയംഭു, രാഷ്ട്രകവി മൈഥിലി ശരൺ ഗുപ്ത, राष्ट्रीय जागरण का कवि राम दरे सिंह दिनकर, छायावाद का विष्णु सुमित्रानंदन पंत, प्रकृति का सुकुमार कवि सुमित्रानंदन पंत, एक भारतीय आत्मा माखनलाल चतुर्वेदी. नेक्स्ट स्लाइड. नेक्स्ट स्लाइड. प्रखर समालोचक ആണ് ഡോക്ടർ നാഗേന്ദ്ര. പ്രഖർ समालोचक डॉक्टर नागेंद्र. प्रखर समालोचक ആണ് डॉक्टर नागेंद्र. नेक्स्ट हिंदी काव्य की कोकिला. हिंदी काव्य की कोकिला ആരാണ്? മീരാബായ്. ഹിന്ദി കാവ്യ की कोकिला ആരാണ്? മീരാബായ്. വാണി കെ ഡിക്റ്റേറ്റർ എന്നറിയപ്പെടുന്നത് കബീർദാസ്. ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് കേട്ടോ ഇത് പറഞ്ഞത്. വാണി കെ ഡിക്റ്റേറ്റർ എന്ന് ആരെ പറഞ്ഞു? കബീർദാസിനെ പറഞ്ഞത് ആരാണ്? ഹസാരി പ്രസാദ് ദ്വിവേദി. അത് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ബ്രജ് കോക്കില എന്നറിയപ്പെടുന്നത് സത്യനാരായൺ കവിരത്ന. സത്യനാരായൺ കവിരത്നാണ് ബ്രജ് കോക്കില എന്നറിയപ്പെടുന്നത് സത്യനാരായൺ കവിരത്ന. നെക്സ്റ്റ് ഛായാവാദ് കാ ബ്രഹ്മ എന്നറിയപ്പെടുന്നത് ജയശങ്കർ പ്രസാദ്. സോ ഛായാവാദിലെ ബ്രഹ്മാവ് എത്തി. സോ ഛായാവാദിലെ ബ്രഹ്മ എന്നറിയപ്പെടുന്നത് ജയശങ്കർ പ്രസാദ്. ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ എന്ത് പഠിച്ചു? ഛായാവാദ് കാ വിഷ്ണു പഠിച്ചു അല്ലേ? വിഷ്ണു വന്നു, ബ്രഹ്മാവ് വന്നു. സുമിത്രാനന്ദൻ പന്ത് വിഷ്ണു, ബ്രഹ്മാവ് ആരാണ്? ജയശങ്കർ പ്രസാദ്. അപ്പം ശിവൻ ആരാണ്? അറിയാലോ അല്ലേ? ഓക്കെ. അപഭ്രംശ് കാ ഭവഭൂതി എന്നറിയപ്പെടുന്നത് പുഷ്പദന്ത് അറിയപ്പെടുന്നതാണ് അപഭ്രംശ് കാ ഭവഭൂതി. നെക്സ്റ്റ് ഗുലാബോം കാ കവി എന്നറിയപ്പെടുന്നത് ശംഷേർ ബഹാദൂർ സിംഗ് ആണ് കേട്ടോ. ശംഷേർ ബഹാദൂർ സിംഗ് ആണ് ഗുലാബോം കാ കവി എന്നറിയപ്പെടുന്നത്. ഭാഷാ മുൻഷി എന്നറിയപ്പെടുന്നത് ഫോർട്ട് വില്യം കോളേജ് കെ ലല്ലു ലാൽജി ആണ് കേട്ടോ. ഫോർട്ട് വില്യം കോളേജ് കെ ലല്ലു ലാൽജി ആണ് ഭാഷാ മുൻഷി എന്നറിയപ്പെടുന്നത് ഫോർട്ട് വില്യം കോളേജ് കെ ലല്ലു ലാൽജി. നെക്സ്റ്റ് അഭിനവ് കാളിദാസ് എന്നറിയപ്പെടുന്നത് നരസിംഹാണ് കേട്ടോ. നരസിംഹാണ് അഭിനവ് കാളിദാസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് യുഗപ്രവർത്തക കവിയാണ് നിരാല. നെക്സ്റ്റ് കവിരാജ് ശിരോമണി എന്നറിയപ്പെടുന്നത് പത്മാകർ. നെക്സ്റ്റ് രസമൂർത്തി എന്നറിയപ്പെടുന്നത് ധനാനന്ദ്. നെക്സ്റ്റ് ആധുനിക് ഹിന്ദി സാഹിത്യ കാ പിത എന്നറിയപ്പെടുന്നത് ആധുനിക ഹിന്ദി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭാരതേന്ദു. ആധുനിക് ഹിന്ദി സാഹിത്യ കാ പിത എന്നറിയപ്പെടുന്നത് ഭാരതേന്ദു. നെക്സ്റ്റ് ഫ്രോയിഡ് വാദി ആലോചക് ആരാണ്? ഡോക്ടർ നാഗേന്ദ്ര. നെക്സ്റ്റ് ദർദ് ദിവാനി എന്നറിയപ്പെടുന്നത് മീരാബായ്. സോ ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ പഠിച്ചത് രസമൂർത്തി എന്നറിയപ്പെടുന്നത് ധനാനന്ദ്. ആധുനിക് ഹിന്ദി സാഹിത്യ കാ പിത എന്നറിയപ്പെടുന്നത് ഭാരതേന്ദു. ഫ്രോയിഡ് വാദി ആലോചക് എന്നറിയപ്പെടുന്നത് ഡോക്ടർ നാഗേന്ദ്ര. ദർദ് ദിവാനി എന്നറിയപ്പെടുന്നത് മീരാബായ്. സോ ഇനി ആദ്യം മുതൽ ഒന്നും കൂടെ നമുക്കൊന്ന് കണ്ണൊഴിച്ചു പോവാം. ഒരുപാട് പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാമെന്ന് കണക്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് സമപ്പ് ചെയ്യാം. साहित्यकार एवं उन्हें प्राप्त उपाधियाँ. भाषा के जादूगर शिव पूजन सहाय, उपन्यास सम्राट प्रेमचंद, आलोचना सम्राट रामचंद्र शुक्ल, सौष्ठववादी आलोचक नंद दुलारे वाजपेयी, पुष्टिमार का जहाज वल्लभाचार्य അങ്ങനെ വിളിച്ചത് സൂർദാസിനെയാണ്. ബ്രജ് ഭാഷ കെ വാൽമീകി സൂർദാസ്. ഹിന്ദി സാഹിത്യക്ക് കെൻ കാ സൂര്യ എന്നറിയപ്പെടുന്നത്
സൂർദാസ്. കഠിന കാവ്യ കാ പ്രേത് എന്നറിയപ്പെടുന്നത് കേശവദാസ്. മൈഥിലി കോകിൽ ജയദേവ് എന്നറിയപ്പെടുന്നത് വിദ്യാപതി. കലികാൽ കാ വാത്മീകി എന്ന നാപാദാസ് വിളിച്ചത് തുളസിദാസിനെയാണ്. ബുദ്ധദേവ് കെ ബാദ് സബ്സെ ബഡാ ലോക് നായക് തുളസിദാസ്. മുഗൾ കാൽ കാ സബ്സെ ബഡാ ആദ്മി എന്ന സ്മിത്ത് വിളിച്ചതും തുളസിദാസിനെയാണ്. ഹിന്ദി സാഹിത്യകാരൻ കാ ചന്ദ്ര എന്നറിയപ്പെടുന്നതും തുളസിദാസാണ്. ഭാരതീയ ഷേക്സ്പിയർ കാളിദാസ് ആണ്. ഭാരതീയ കൊളംബസ് രാജാറാം മോഹൻ റോയ്. കഠിന ഭാഷ കാ പ്രേത് എന്നറിയപ്പെടുന്നത് സൂര്യകാന്ത് ത്രിപാഠി നിരാല. ഛായാവാദ് കി ശക്തി അല്ലെങ്കിൽ ദുർഗ എന്നറിയപ്പെടുന്നത് മഹാദേവി വർമ്മ. ആധുനിക യുഗ് കി മീര എന്നറിയപ്പെടുന്നത് മഹാദേവി വർമ്മ. സചൽ ഗീതോം കി ഗായിക എന്നറിയപ്പെടുന്നതും മഹാദേവി വർമ്മ. അപഭ്രംശ് കി വാൽമീകി എന്നറിയപ്പെടുന്നത് സ്വയംഭു. രാഷ്ട്രകവി എന്നറിയപ്പെടുന്നത് മൈഥിലി ശരൺ ഗുപ്ത. രാഷ്ട്രീയ ജാഗരൺ കാ കവി എന്നറിയപ്പെടുന്ന രാംധരേ സിംഗ് ദിനകർ. ഛായാവാദ് കാ വിഷ്ണു എന്നറിയപ്പെടുന്നത് സുമിത്രാനന്ദൻ പന്ത്. പ്രകൃതി കാ സുകുമാർ കവി എന്നറിയപ്പെടുന്നത് സുമിത്രാനന്ദൻ പന്ത്. ഏക ഭാരതീയ ആത്മ എന്നറിയപ്പെടുന്നത് മാക്കൻലാൽ ചതുർവേദി. പ്രഖർ സമാലോചക് എന്നറിയപ്പെടുന്നത് ഡോക്ടർ നാഗേന്ദ്ര. ഹിന്ദി കാവ്യ കി കോകില എന്നറിയപ്പെടുന്നത് മീരാബായ്. വാണി കെ ഡിറ്റക്ടർ എന്നറിയപ്പെടുന്നത് കപിൽദാസ്. ബ്രജ് കോകില എന്നറിയപ്പെടുന്നത് സത്യനാരായൺ കവിരത്ന. ഛായാവാദ് കാ ബ്രഹ്മ ജയശങ്കർ പ്രസാദ്. ഛായാവാദ് കാ ബ്രഹ്മ ജയശങ്കർ പ്രസാദ്. ഛായാവാദ് കാ വിഷ്ണു. ആരാണ് വിഷ്ണു? സുമിത്രാനന്ദ പന്ത്. അപ്പം മഹാദേവ് അല്ലെങ്കിൽ ശിവൻ ആരാണ്? സൂര്യകാന്ത് ത്രിപാഠി നിരാല കേട്ടോ. അപഭ്രംശ് കാ ഭവഭൂതി പുഷ്പദന്ത്. കവിയോം മേം സൗമ്യ സന്ത് ആരാണ്? സുമിത്രാനന്ദൻ പന്ത് ആണ് കേട്ടോ. കവിയോം മേം സൗമ്യ സന്ത് സുമിത്രാനന്ദൻ പന്ത്. ഗുലാബോം കാ കവിയാണ് ശംഷേർ ബഹാദുർ സിംഗ്. ഭാഷാ മുൻഷിയാണ് ഫ്ലോയഡ് വില്യം कॉलेज के लल्लू लालजी. अभिनव कालिदास ആണ്. നരസിംഗ്. യുഗപ്രവർത്തക കവിയാണ് നിരാല. കവിരാജ് ശിരോമണി ആണ് പത്മാകർ. രസമൂർത്തി ധനാനന്ദ്. ആധുനിക ഹിന്ദി സാഹിത്യ കാ പിത എന്നറിയപ്പെടുന്നത് ഭാരതേന്ദു. ഫ്രോയിഡ് വാദി ആലോചക് എന്നറിയപ്പെടുന്നത് ഡോക്ടർ നാഗേന്ദ്ര. ദർദ് ദിവാനി എന്നറിയപ്പെടുന്നത് മീരാബായ്. സോ ഇതോടുകൂടിയിട്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ കൂടി ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.